ഉണ്ണിച്ചേട്ടാ, നിഖില, വെൽക്കം. എന്തായാലും ഗെറ്റ് സെറ്റ് ബേബി ഇപ്പോൾ തിയേറ്ററുകളിലെല്ലാം വിജയകരമായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ സമയം കണ്ടെത്തി നമുക്ക് വേണ്ടി ഇവിടെ എത്തി. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ബേബി അല്ലേ? അതെ. അതിപ്പോ നന്നായിട്ട് തിയേറ്ററിൽ പൊക്കോണ്ടിരിക്കല്ലേ? നന്നായിട്ട് പോണു ചേട്ടാ. താങ്ക് യു. ഇപ്പൊ ഉണ്ണിയുടെ സമയല്ലേ? ഉണ്ണിയല്ല, അർജുൻ ബാലകൃഷ്ണൻ ഇപ്പോ കാരണം ചുമ്മാ അഭിനയിച്ചു കൊടുത്താൽ മതി, അതങ്ങ് ഹിറ്റ് ആവുക. എന്തായാലും മാർക്കോ ചരിത്രം തിരുത്തി കുറിച്ച ഒരു പടം. അതിനുശേഷം ഉണ്ണിയെ ഫസ്റ്റ് ടൈം കാണുവാണ്. നമുക്ക് ഫ്ലവേഴ്സിൽ നമ്മുടെ ടോപ്പ് സിംഗറിൽ ഇങ്ങനെ ഒരു ഗസ്റ്റ് ആയിട്ട് കിട്ടിയതിന് വലിയ സന്തോഷം. മാർക്കോ, ഞങ്ങളുടെ മനസ്സിൽ ഇനി എത്ര സിനിമ വന്നാലും അല്ലെ, അത് ഉണ്ണിക്കൊരു ആ ലേബല് ഭയങ്കര ഒരു പേരിതായി. കുറെ കാലം മാർക്കൊന്നും കേട്ട് നടക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. സിനിമ വിജയിക്കുമ്പോഴാണ് നമ്മൾ എടുത്ത എഫേർട്ട് നമുക്ക് തിരിച്ചു കിട്ടുക. അത് മാർക്കോടെ മുന്നേ ചെയ്ത സിനിമയാണെങ്കിലും റിലീസ് ഇപ്പൊ ആയത് ഗെറ്റ് സെറ്റ് ബേബി ഒരു ഫാമിലി റിലേറ്റഡ് ആണ്. എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ട്, എപ്പോഴും ഒരു കുറച്ച് നല്ല ഫാമിലി സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വിനയ് ഗോവിന്ദാണ് പടത്തിന്റെ ഡയറക്ടർ. വൈബി രാജേഷ് സ്ക്രിപ്റ്റ് എഴുതി. എന്റെ സുഹൃത്ത് സജീവും പിന്നെ പുള്ളിയുടെ ഒരു സുഹൃത്തായ കിങ്സ്മാൻ പ്രൊഡക്ഷൻ ചേർന്നിട്ടാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തത്. ഞാൻ ആദ്യമായിട്ട് നിഖിലയോടൊപ്പം വർക്ക് ചെയ്യുന്നു. ബിഗ് സ്റ്റാർ കാസ്റ്റ്. സുരഭി ഉണ്ട്, പിന്നെ സുധീഷ് ഏട്ടൻ, ടു മെനി കുറെ പേരുണ്ട്. എല്ലാവരെയും ഓർക്കുന്നു. ഇവിടെ ഫാമിലി സിനിമയാണെങ്കിലും കുറച്ച് വിനയ് ഗോവിന്ദ സ്റ്റൈൽ കുറച്ച് കളർഫുൾ ഒക്കെ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു വളരെ മെച്ചോർഡ് ആയ ഒരു സബ്ജക്റ്റ് ആണ്. IVF, ഇൻഫെർട്ടിലിറ്റി, അതുപോലെ തന്നെ സറോഗസി ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അപ്പോൾ ആര് ഈ സിനിമ കാണണമെന്ന് ചോദിച്ചാൽ ഈ പ്രൈമറിലി യൂത്ത് തന്നെ, കല്യാണം കഴിക്കാത്ത ആൾക്കാർ, കല്യാണം കഴിച്ചവര്, കല്യാണം കഴിച്ച ഡിവോഴ്സ് ആയവർക്ക് കാണാം. കണ്ടോളൂ. കാണുന്നുണ്ട്. എന്തായാലും ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ കുട്ടികളെ എക്സ്പെക്ട് ചെയ്യുന്ന കപ്പിൾസ്, ഫാമിലി പ്ലാനിങ്ങിലേക്ക് കയറാൻ പോകുന്ന കപ്പിൾസ്. അപ്പോൾ ബേസിക്കലി ഒരു കംപ്ലീറ്റ് ഫാമിലി എന്റർടൈനർ ആണ്. അപ്പോൾ എല്ലാവരും പോയി കാണണം. ഇതുവരെ നല്ല റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. നിഖില ചേച്ചിയുടെ ഫുഡ് ബ്ലോഗർ ആയിട്ടാണ്. ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, ഫാമിലീസിനാണ് കൂടുതൽ ഇഷ്ടമാവുക എന്ന് തോന്നുന്നു നമ്മൾ. കാരണം നമ്മൾ പോയടുത്തുനിന്നെല്ലാം ഭയങ്കര നല്ല റെസ്പോൺസ് ആണ് ഫാമിലീസിന്റെ അടുത്തുനിന്ന്. നമ്മൾ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഈ കുട്ടികളായില്ലേ എന്ന് ചോദ്യം കേട്ടവരും ചോദ്യം ചോദിച്ചവർക്കും എല്ലാവർക്കും പോയി കാണാം. നല്ലൊരു ഫാമിലി എന്റർടൈനർ ആണ് ഗെറ്റ് സെറ്റ്. ഫാമിലീസ് ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ വന്നാൽ എളുപ്പമായിരിക്കും സിനിമ. നല്ല പടങ്ങളൊക്കെ പോയി കാണാം. ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള പടമാണെങ്കിൽ അത് പോയി കണ്ടിട്ട് അതിനകത്തുള്ള നല്ല മൂല്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായം. അല്ല, ഇവരുടെ സബ്ജക്ട് ഇന്ന് വളരെ ഇപ്പൊ ഈ ഒരു 5 വർഷം 10 വർഷം കൊണ്ടാണല്ലോ ഈ IVF കൂടുതലും സറോഗസി ഈ വക കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ കൂടുതൽ അറിഞ്ഞോളൂ. അത് ഇന്ന് ഒരു സമകാലീന വിഷയം തന്നെയാണ് ഈ സിനിമയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. എങ്ങനെ ഇത് ഉണ്ണിയുടെ ഒരു കരിയർ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ വേഴ്സറ്റൈൽ. അപ്പോൾ ഇപ്പൊ മാർക്കോ എന്നുള്ള ക്യാരക്ടറിന് മാറി ഇതിലിപ്പോ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടാണല്ലേ. അതിനു മുൻപാണെങ്കിൽ അയ്യപ്പന്റെ എക്സ്പീരിയൻസ് ആസ് എൻ എക്സ്പീരിയൻസ് ഐ മീൻ വെരി ഹാപ്പി. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് കിട്ടുക അത് വലിയ കാര്യമാണ്. ബട്ട് ഓഫ് ലൈറ്റ് ഐ തിങ്ക് കോവിഡിന് ശേഷം ഞാൻ ഇങ്ങനെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരോട് ഞാൻ പറയാറുണ്ട് ഇനി ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. സോ ബാലൻസ് ചെയ്ത് പോവാണ്. കുറച്ചിങ്ങനെ മാസ് എന്റർടൈനേഴ്സ് ചെയ്യുന്ന അതേ സമയത്ത് ഫാമിലി മൂവീസും ചെയ്യണമെന്നുണ്ട്. അത് ഒരു മാളികപ്പുറം ചെയ്തപ്പോൾ തന്നെ ജയ ഗണേഷും ചെയ്തിട്ടുണ്ടായിരുന്നു, വിച്ച് ഇസ് ഐ പേഴ്സണലി ഫീൽസ് എ ഗുഡ് ഫിലിം. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റി. ആൻഡ് യു ഹാവ് ടു ബി ലക്കി ഇനഫ് ടു ആൾക്കാർ നമ്മളെ വിശ്വസിച്ച് അങ്ങനത്തെ സിനിമകൾ. സൂപ്പർ. താങ്ക് യു. അപ്പൊ ഉണ്ണിച്ചേട്ടാ, നിഖില ചേച്ചി നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാരും ഇങ്ങനെ റെഡി ആയിട്ട് അവിടെ കുറച്ച് നേരമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും പരിചയപ്പെട്ടു. ഹായ്. ഞങ്ങൾക്കും നിങ്ങളെ കണ്ടതിൽ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ നമുക്ക് അവിടെ ഇരുന്ന് ഇനി നമുക്ക് എന്തായാലും നമ്മുടെ പാട്ടുകളൊക്കെ കേട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.